അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ, മറ്റു എൻ്റെ പ്രിയ കൂട്ടുകാരെ, സഹപാഠികളെ, നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് മുഅയ്യസുൻ അലി ഫസ്റ്റ് വേദിയിലാണ്. ഈ വേദിയിൽ എനിക്ക് ചെറിയ പ്രസംഗം നടത്താൻ ഭാഗ്യം ലഭിച്ചതിൽ ഞാൻ അല്ലാഹുവിൽ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഞാനിവിടെ പറയാൻ പോകുന്ന വിഷയം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹു തആല കബൂലാക്കുമാറാകട്ടെ. ആമീൻ. ഇമാം ബൂസൂരി റളിയല്ലാഹു അവിടുത്തെ ബുർദയിൽ പറയുന്നുണ്ട്, ഫഇന്ന ഫളല റസൂലല്ലാഹി ലൈസ ലഹു ഹദ്ദുൻ ഫയുരിബ അൻഹു മാ ലഹു നാതീകും ബിഫമി ചൊല്ലി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി. ലോകം പടക്കുന്നതിന് മുമ്പ് തന്നെ അല്ലാഹു തആല ഭൂമിയിലിറക്കിയത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറിനെയാണ്. ആ പ്രകാശത്തിൽ നിന്നാണ് മറ്റുള്ള എല്ലാം ഉണ്ടാകുന്നത്. ആദനബി അവിടെ വരാൻ പാടില്ലാത്തൊരു പൊറുക്കലിനെ കൊണ്ട് സഹായം തേടിയത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തവസ്സിലാക്കി ചെയ്തുകൊണ്ടാണ്. ആദനബി ചോദിച്ചു, അസ്അലുക ബിഹഖി മുഹമ്മദിൻ, മുത്തുനബിയുടെ ഹക്ക് കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അല്ലാഹു തആല തിരിച്ചു ചോദിച്ചു, കൈഫ അറഫ്ത മുഹമ്മദിൻ അലം അഖ്ലഖുഹു, എങ്ങനെയാണ് നീ മുഹമ്മദിനെ അറിഞ്ഞത്? ഞാൻ അവരെ സൃഷ്ടിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ആദനബി പറഞ്ഞു, എന്നെ സൃഷ്ടിച്ച് ഞാൻ സ്വയം തലയോർത്തി വരുന്ന സമയത്ത് അർശിന്റെ ശിലകളിൽ എഴുതി വച്ചിരിക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പോൾ ചിന്തിച്ചു, നീ നിനക്കിഷ്ടമില്ലാത്തവരെ അല്ലാതെ നിന്റെ പേരിൻ്റെ കൂടെ ചേർക്കുകയില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ അവരെ കൊണ്ട് സഹായം തേടിയത്. ഇങ്ങനെ പറഞ്ഞപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, അതെ ശരിയാണ്, ഞാൻ നിനക്ക് പൊരുത്തപ്പെട്ട് തന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്നത് മുത്തുനബിയോടായിരുന്നു. അതുകൊണ്ട് ഞാൻ മുത്തുനബിയെ സ്നേഹിക്കുക, മറിച്ച് ഇഷ്ടപ്പെടുക. ഇതാണ് അല്ലാഹു അറിയാനുള്ള ഏക മാർഗം. ഇമാം ബൂസൂരി റളിയല്ലാഹു മഹ്ദൂം തങ്ങൾ ഫത്വയിൽ മുയിൽ തുടക്കത്തിൽ പറയുന്നുണ്ട്, ചെറിയ കുട്ടികളുടെ രക്ഷിതാക്കളുടെ മേൽ നിർബന്ധമാക്കിയത് അവർക്ക് സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കുകയല്ല, മറിച്ച് സ്നേഹിക്കുകയല്ല. മറ്റ് മുത്തുനബിയെക്കുറിച്ചും മുത്തുനബി ജനിച്ചത് മക്കത്താണെന്നും വഫാത്ത് മദീനയിലുമാണെന്നും ഇങ്ങനെ ചെയ്യാത്ത രക്ഷിതാക്കൾ കുറ്റക്കാരുമാണ്. പ്രിയപ്പെട്ടവരെ, ഖുർആനിലും പറയുന്നുണ്ട്, കുൽ അത്തിയുല്ലാഹ വ അത്തിയുർ റസൂൽ, നിങ്ങൾ അല്ലാഹുവിനെ വഴിപ്പെടുക, മുത്തുനബിയെ വഴിപ്പെടുക. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അല്ലാഹുവിനെ വഴിപ്പെടുന്നതോടൊപ്പം മുത്തുനബിയെയും അവിടുത്തെ സുന്നത്തിനെയും വഴിപ്പെടുക. അവിടുത്തെ ജീവിതം നമുക്ക് മാതൃകയാക്കി ജീവിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.